മാങ്ങയില്ല. മാങ്ങയില്ല. ഹലോ, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും ഒപ്പായും എൻ്റെ ഫാമിലി നമ്മൾ എല്ലാവരും കൂടെ മലപ്പുറത്തോട്ട് പോകുന്ന ദിവസമാണ് ഇന്ന്. ഞങ്ങൾ രാവിലെ തന്നെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ആലപ്പുഴ ടച്ച് ചെയ്തിട്ടാണ് വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെയാണ് വന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് വിശപ്പിൻ്റെ അസുഖം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ത് കഴിച്ചാലും വയറങ്ങോട്ട് വീക്കുന്നില്ല. കാണുന്ന ഫുഡെല്ലാം കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒപ്പ ആടെ എന്താ പറയുക, എല്ലാ സംഭവങ്ങൾക്കും തുടക്കം ഇവിടെ നിന്നാണ്. വേറെ ഒന്നുമല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒപ്പാടെ പൂരിപ്രാന്ത് തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഒപ്പ ആദ്യമായിട്ടാണ് പൂരി കഴിക്കുന്നത്. അപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അത് കാരണം തന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ദുബായിൽ പോകുന്ന സമയത്തെല്ലാം വീട്ടിൽ അപ്പമാണ് ഉണ്ടാക്കി കൊടുക്കാറ്. ഒപ്പാക്ക് ഇഷ്ടപ്പെട്ട അപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ പൂരി എന്ന് പറയുന്ന ഐറ്റം നമ്മൾ എന്താ പറയുക, എണ്ണയിൽ പൊരിക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഈ പൂരി എന്ന് പറയുന്ന ഐറ്റം മുമ്പ് ഒപ്പടുത്ത് എണ്ണയിൽ പൊരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണയിൽ പൊരിക്കുന്ന വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നമ്മൾ കയറിയ സ്ഥലത്ത് അപ്പം ഇല്ലാത്തത് കാരണം തന്നെ പൂരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരി കഴിച്ചതും ഒപ്പം പൂരിയുടെ ഫാനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എത്രത്തോളം പൂരി ഇഷ്ടമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ തുടർന്ന് വരുന്ന വീഡിയോകളിലെല്ലാം ഒപ്പാടെ പൂരിപ്രാന്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇന്നത്തെ ദിവസം തൊട്ട് തിരിച്ചു വരുന്നത് വരെ എല്ലാ ദിവസവും ഒപ്പം രാവിലെ പൂരിയാണ് കഴിച്ചത്. പൂരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ രാവിലെ മാത്രമല്ല, അവസരം കിട്ടിക്കഴിഞ്ഞാൽ പൂരി ഉണ്ടെന്നുണ്ടെങ്കിൽ പൂരിയാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ദോശയെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് കഴിക്കാത്തതെന്ന്. ഞാനെന്ന് പറഞ്ഞാൽ വേറൊരു ഐറ്റം ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ദോശയൊക്കെ സാധാരണ ഇപ്പോൾ പലപ്പോഴും കഴിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. നമ്മൾ കൊറിയയിലും ദോശ കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ വീട്ടിൽ എപ്പോഴും ദോശ ഉണ്ടാക്കാറുണ്ട്. അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുള്ളത് കാരണം തന്നെ ദോശയോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ പൂരി ആശാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഇങ്ങ് വന്നതിന് ശേഷവും എൻ്റെ അടുത്ത് എല്ലാ ദിവസവും പൂരി വേണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പറഞ്ഞാൽ പൊടി ഇഡ്ഡലിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചട്നി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചട്നി ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. എന്തിൻ്റെ കൂടെ കഴിക്കാലും പൂരിയുടെ കൂടെ കഴിച്ചപ്പോഴും ചട്നി അടിപൊളി ടേസ്റ്റായിരുന്നു. ദോശയുടെ കൂടെ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ കഴിച്ചപ്പോഴത്തേക്കും ചട്നി അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു വാക്കുകളില്ല പറയാം, അടിപൊളി ടേസ്റ്റായിരുന്നു. എത്രത്തോളം ടേസ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഇരുന്ന ചട്നി ഒപ്പ സ്പൂണ് കൊണ്ട് കോരി കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല ഒപ്പാക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഒപ്പാടെ പൂരിപ്രാന്ത് തുടങ്ങിയത് ഇവിടെ നിന്നാണ്. പിന്നെ അതിനുശേഷം അവിടെ ആ ഹോട്ടലിൽ തന്നെ പുറത്തിങ്ങനെ ചെറിയ മീൻ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ മീനെന്ന് കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഒപ്പ എന്താ പറയുക, നമ്മളിപ്പം മീൻ വളർത്തുന്നുണ്ടല്ലോ, അപ്പോൾ എവിടെ ഫിഷ് ടാങ്ക് ഉണ്ടായാലും അപ്പോഴേ അപ്പോൾ ഓടിപ്പോകും. അപ്പോൾ ഇവിടെ ഇതേപോലെ ഗപ്പി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ മീമികൾ ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നടന്ന് പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ആലപ്പുഴയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരുടെ വീട്ടിൽ നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് അവർ അടിപൊളി നല്ല ചൂടായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല അപ്പം പിടിച്ച താറാവിൻ്റെ സ്റ്റൂവും അതേപോലെ തന്നെ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒപ്പം ഈ സ്റ്റൂ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. താറാവിൻ്റെ സ്റ്റൂ, ചിക്കൻ്റെ സ്റ്റൂ ഒക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ താറാവിൻ്റെ സ്റ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒപ്പക്ക് ആദ്യമായിട്ടാണ് കഴിച്ചത്. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരെയൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ കാണുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഉപ്പാക്ക് ഞാൻ ഈ ആലപ്പുഴയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുറേ പറഞ്ഞ് പോകുന്നതിന് മുമ്പേ നമ്മൾ ഇന്ന സ്ഥലത്താണ് പോകുന്നത്, ഈ സ്ഥലത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ ഇതാണ് വരുമാനമാക്കിയാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഹൗസ് ബോട്ടിൽ കയറി. ഇത് എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയുടെ അനിയൻ ഓൾറെഡി പറഞ്ഞ് വെച്ചിട്ടുള്ളൊരു ബോട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് നിങ്ങൾ എത്രയാണ് ഇത് പേയ്മെൻറ്റ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ ഇതിന് ഒരുപാട് നേരമൊന്നും ഞങ്ങൾ ഇരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഇത് കറങ്ങി പിന്നെ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് ഏകദേശം ഒരു 6000 കൊണ്ടാണ്, 6000 8,000 കൊണ്ടാണ് നമ്മൾ കൊടുത്തത്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 땡느 이제 와라. 아 바다 안 외워지네. 오빠 된 거 한 번 더 얘기해. 땡느 땡아. 주스 땡아. 땡아 주스 가리킨 주스. 가리킨 주스 방아 바라 오 ഇന്ന് രാവിലെ ഉറക്കെണീറ്റപ്പോൾ തന്നെ വേറൊരു മൂഡുമായിട്ട് ഉറക്കെണീറ്റ ആളാണ് എൻ്റെ അനിയത്തിയുടെ മോൻ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല, അവനും മനസ്സിലായി കാണത്തില്ല ചിലപ്പോൾ. അപ്പോൾ ഇവൻ കുരുത്തക്കേട് കാണിക്കുമ്പോഴൊക്കെ ഒപ്പയാണ് അവനെ പേടിപ്പിക്കാറ്. ഒപ്പ ഇല്ലാത്ത കണ്ണിനെ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ആ കണ്ണിനെ ഉരുട്ടി പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അവനെ. എന്നെ ഒപ്പാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ വേറൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആലപ്പുഴയോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയയിലും നെല്ലിൻ്റെ കൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചിന്തോ എന്ന് പറയുന്ന ഐലൻഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പത്തനംതിട്ടയിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഒരു മിനിറ്റ്. 오빠 거기 가서 이렇게 손 드는 거 내줄게. 손 줘 오빠. 쉐이크핸 줘. 뭐 손 어떻게? 알레 손 쉐이크핸 해 오빠. 나 여기서 못 찍었어. കൊടുത്തോ. 오 താങ്ക് യു. thank you very much. നമ്മളെ കാണാൻ ഇത്രയും ദൂരം നിന്ന് വന്നോണ്ട് ഇല്ല. 탱일라 in Korea 탱일라 only in Kerala. 탱일라 망아 no 망아 일라 മാങ്ങയില്ല. 망이illa only import. അങ്ങനെ ഞങ്ങളെ കാണാൻ പത്തനംതിട്ടയിൽ നിന്ന് വന്ന സബ്സ്ക്രൈബേഴ്സിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നോക്കിയേ, നമ്മുടെ ഈ നാട്ടിലെ വയൽപ്പാടമൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും അവിടെ എല്ലാം പ്ലാസ്റ്റിക് കുപ്പിയും കവറും എല്ലാം വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പബ്ലിക് സ്ഥലങ്ങൾ, അതായത് നമ്മൾ എവിടെ പോയാലും നമ്മളുണ്ടാക്കുന്ന വേസ്റ്റ് അവിടെ ഇവിടെയും കളയാതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വേസ്റ്റ് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡസ്റ്റ്ബിന്നിൽ കളയുക ചെയ്യുക, അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ കളയുക ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഫോറിനേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ സ്ഥലങ്ങൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. അങ്ങനെ ഞാനും ഒപ്പായുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്നതിന് ശേഷം ഒപ്പ കാണിച്ചതാണിത്, എന്നെ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുമായിട്ടാണ് അവിടെ പോയതോ എന്നെ വിളിച്ചുകൊണ്ട് പോയതോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷാപ്പിൽ നിന്ന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പയും അതേപോലെ തന്നെ ബീഫും പിന്നെ ഒരു മീൻ കറിയും പിന്നെ കരിമീൻ പൊള്ളിച്ചതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ കാണാം ഇവിടെ നിന്ന് ഉപ്പിലിട്ടൊരു സാധനം എൻ്റെ ഉമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒപ്പാക്ക് വാഴയുടെ പിണ്ടി ഉണ്ടല്ലോ, വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒപ്പാടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് ആശാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. അങ്ങനെ നമ്മളതെല്ലാം അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് വിട്ടതാണ്. ഇപ്പം നമ്മൾ മലപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് കയറിയ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന്. അങ്ങനെ തട്ടുദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒപ്പാക്ക് നല്ല വയറ് വീത്തിരിപ്പുണ്ട്, ഒട്ടും കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒപ്പമൊന്നും കഴിച്ചില്ലായിരുന്നു. ഞാൻ കഴിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പാക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു, പക്ഷേ അവിടെ ചായ ഇല്ലായിരുന്നു. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ചായയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.